ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും ഇതിൽ 100 പേരേക്ക് സാധനം നമ്മൾ റിവ്യൂ ചെയ്യാവുന്ന മൂടെ പേര് ഒരു സർക്കാർ ഉൽപ്പന്നം എന്നാണ് മൂടെ പേര്. ഇതിൻ്റെ പേരിൽ കുറച്ച് കാലം മുമ്പ് ഭയങ്കര സ്റ്റേയും കാര്യങ്ങളൊക്കെ കിട്ടിയ റിലീസിന് 2 ദിവസം മുമ്പാണ് ടൈറ്റിലിൻ്റെ പോസ്റ്ററുകളൊക്കെ ഒരു മാറ്റിയിട്ട് റിലീസ് ചെയ്തത്. മുന്നൊരു ഭാരത് സർക്കാർ ഉൽപ്പന്നം എന്നായിരുന്നു തീരുമാനിച്ച്, പിന്നീട് പല പല കാരണം കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റേ കിട്ടിയതുകൊണ്ടോ ഒരു പേര് മതി ഒരു സർക്കാർ ഉൽപ്പന്നം എന്നാക്കി. ഇത് വളരെ കുറഞ്ഞ സെൻറ്ററിൽ മാത്രം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ദൂരെ പോയിട്ടാണ് ചിത്രം കാണാനിടയായത്. എങ്കിൽ പോലും അത്ര ദൂരെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പോലും ഒട്ടും തന്നെ സിനിമ കണ്ടിറങ്ങുന്ന ഒരു പ്രേക്ഷക നിലയ്ക്ക് ഒട്ടും തന്നെ എനിക്ക് നിരാശപ്പെടുത്തിയിരുന്നില്ല. ഒരു നല്ലൊരു സംതൃപ്തി തന്നെയാണ് ഒരു സർക്കാർ ഉൽപ്പന്നം എനിക്ക് സമ്മാനിച്ചത്. ഇതിൻ്റെ കാശ് നോക്കി കഴിഞ്ഞാൽ സുഭാഷ് സുധി, ഷേലി, ഗൗരിജി കിഷൻ, വിനീത് വാസുദേവ്, ജാഫർ ഇടുക്കി, അജു വർഗീസ്, ജോയ് മാറ്റ്, വിജയ് ബാബു, ഗോകുലൻ തുടങ്ങിയവർക്ക് പ്രധാനമായും കാസ്റ്റിംഗ് വന്നിട്ടുണ്ട്. ബാക്കി ഒരുപാട് താരങ്ങളുണ്ട്, ചിലരുടെ പേരൊന്നും എനിക്കറിയില്ല. ലാൽ ജോസും നല്ലൊരു കഥാപാത്രം തന്നെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത് TA രഞ്ജിത്താണ് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ തിരക്കഥ നിസാം റാവുത്തറാണ് തിരക്കഥ. ഇതിൻ്റെ തിരക്കഥത്ത് 2 ദിവസം മുമ്പ് മരണപ്പെട്ടു എന്നുള്ള വാർത്ത പോസ്റ്റുകൾ വായിച്ചിരുന്നു. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. കാരണം അദ്ദേഹം ഇങ്ങനെ ചിത്രത്തിൻ്റെ തിരക്കഥ പൂർത്തിയാക്കി ഏകദേശം എന്തെങ്കിലും വർഷങ്ങളോളം കാത്തിട്ടുണ്ടാവും അതൊരു സിനിമയായി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ചിത്രം റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് എന്ന് അറിയാൻ കാത്തു നിൽക്കാതെ തന്നെ അദ്ദേഹം യാത്രയായി. വളരെ സുഖകരമായ ഒരു കാര്യം തന്നെയാണ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ സബ്ജക്റ്റ് എന്തുകൊണ്ടാണ് ആ ടൈറ്റിൽ മാറ്റാനുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ വളരെ വിവാദം സൃഷ്ടിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്നത്തെ സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഒരു പല പാർട്ടിക്കാർക്കും എതിരെ വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് പറയാൻ യൂസ് ചെയ്തുള്ള സബ്ജക്റ്റിൽ പറഞ്ഞു വേണ്ടി പോകുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം അത് എന്താണ് ഇതിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം നല്ല വൃത്തിക്ക് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ മലയാള ചിത്രങ്ങളിൽ അതിന് മുമ്പോ പിൻപോ ഒന്നും ഇങ്ങനെ ഒരു ചിത്രത്തിൽ ഇങ്ങനെ സബ്ജക്റ്റ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പലതിലും കണ്ടിട്ട് അത് കോമഡി രൂപത്തിലൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. എങ്കിൽ പോലും ഇത് തന്നെ പ്രധാനമായി ഒരു പ്രമേയമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ് അവർ യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് കാണുന്ന പ്രേക്ഷകർക്ക് എന്താ പറയുക നല്ല രീതിയിൽ തന്നെ കണ്ടു ചെയ്തതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു സബ്ജക്റ്റ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അതിന് ഒരുപാട് പോസിറ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാസ്റ്റിംഗ് തന്നെ. കാരണം എനിക്ക് തോന്നുന്നു സുഭാഷ് സുധിയെ പോലുള്ള ഒരു വ്യക്തി ഒരു കോമഡി ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ നായക കഥാപാത്രമായി ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. കാരണം എനിക്ക് മറ്റുള്ള അതായത് സൂപ്പർ സ്റ്റാറുകൾ ആരും തന്നെ ചെയ്യാൻ ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വളരെ വേറെ വല്ല താരങ്ങളൊക്കെ ആണെങ്കിൽ പോയി ഇത്രയേറെ ആപ്റ്റായിട്ട് കാസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും കിട്ടില്ല. കാരണം ഇതൊരു പുതുമുഖ താരങ്ങളായതുകൊണ്ട് തന്നെയാണ് ആ പറയുന്ന ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ ചിത്രത്തിനുടനീളം കിട്ടുന്നുണ്ട്. നല്ല പോസിറ്റീവ് എനിക്ക് തോന്നി. നമ്മളിതിൻ്റെ സ്റ്റോറി ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ജനസംഖ്യ വർധന കുറയ്ക്കാനുള്ള ഒരു സബ്ജക്റ്റായിട്ടാണ് അവർ യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതായത് പുരുഷ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അങ്ങനെ ഒരു സബ്ജക്റ്റാണ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. അതായത് കുട്ടികൾ ഉണ്ടാവും നിയന്ത്രിക്കുക എന്നാണ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇതിൽ 4 കുട്ടികളുണ്ട്. അപ്പോൾ ഇതിൽ ഈ സർക്കാരിൻ്റെ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആശാ വർക്കറായിട്ടാണ് ഗൗരിജി കിഷൻ കിട്ടുന്നത്. അവർ ഒരു പുതിയൊരു പ്ലാൻ തയ്യാറാക്കുന്നു. ഇങ്ങനെ കുട്ടികളെ നിയന്ത്രിക്കണം അല്ലെങ്കിൽ ജനസംഖ്യ വർധന കുറയ്ക്കുക എന്ന് പറഞ്ഞ രീതിയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു നിയമം കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഉള്ള നിയമത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മുടെ കഥാനായകനെ കൊണ്ടെത്തിക്കുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നൊക്കെയാണ് കഥ മുന്നോട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റുകൾ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ സബ്ജക്റ്റ് എങ്കിൽ പോലും ഈ 4 കുട്ടികളുള്ളത് തന്നെ അദ്ദേഹത്തിന് ചെറിയ മക്കളാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇനി കുട്ടികൾ വേണ്ട എന്നുള്ള രീതിയിലൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അതിലേക്ക് ഇടയ്ക്കാണ് ഇങ്ങനെ എല്ലാവരും നിർബന്ധിച്ച് സർക്കാരിൻ്റെ പുതിയ പദ്ധതിയിലേക്ക് വഴി തെളിയിക്കണം അല്ലെങ്കിൽ മുന്നിട്ട് നിൽക്കാം നേതാവാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കഥാനായകനെ അതിലേക്ക് എത്തിക്കുന്നു, ഒരു സാധാരണക്കാരായ വ്യക്തിയെ. പിന്നീട് അതിലേക്ക് എത്തിക്കുമ്പോൾ പിന്നീട് എന്ത് സംഭവിച്ചു, അദ്ദേഹത്തിൻ്റെ കുടുംബം അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അതിൽ ശക്തമായി തന്നെ പല രാഷ്ട്രീയക്കാരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് പല പാർട്ടിക്കാരും, ഇന്ന പാർട്ടി ഞാൻ എടുത്ത് പറയുന്നില്ല, അത് സർക്കാരിനെയും പറയുന്നുണ്ട്, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും പറയുന്നുണ്ട്. ഇതുപോലെ പദ്ധതി തയ്യാറാക്കിയ പല പാർട്ടികളും പല വ്യക്തികളും പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഒരുപാട് പിഴവുകൾ സംഭവിച്ച് എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ ആ പിഴവിൽ ആരൊക്കെയാണ് ഉത്തരവാദി എന്ന് പറയുന്നുണ്ട്. തൻ്റെ ജോലി നല്ല രീതി തന്നെ ചെയ്യാതെ മറ്റുള്ളവരുടെ പേരിലേക്ക് കെട്ടിയൊഴിക്കുന്ന പല ഉദ്യോഗസ്ഥർക്കുള്ള ഒരു മറുപടി തന്നെയാണ് ഒരു സർക്കാർ ഉൽപ്പന്നത്തിൽ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കാസ്റ്റിംഗ് തന്നെയാണ്. കാരണം നല്ലൊരു സബ്ജക്റ്റ് തന്നെയാണ് എടുത്തു പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്.
അപ്പോൾ അങ്ങനെ സബ്ജക്റ്റ് എടുത്തു പറയാൻ ശ്രമിക്കുന്നത് ഇതിലൊക്കെയും പുതുമുഖ താരങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ കാണുന്ന ഒരു ഫ്രഷ്നെസ്, അല്ലെങ്കിൽ നമ്മൾ കണ്ട് പരിചയമില്ലാത്ത ഒരുപാട് വ്യക്തികളെ കാണുമ്പോൾ ഉള്ള ഒരു ഫ്രഷ്നെസ് ഫീൽ ഉണ്ട്. അത് ഉടനീളം ചിത്രം കാണാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നല്ല പോസിറ്റീവ് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്, ഇപ്പോൾ തന്നെ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. കാരണം ഒരു വ്യക്തിയുടെ ഒരു തീരുമാനമാണ്, ജനസംഖ്യയല്ല തനിക്ക് എത്ര മക്കൾ വേണം എന്നുള്ളൊരു തീരുമാനം. അത് എന്താ പറയുക, 2 മക്കളായവർക്ക് പിന്നീട് അത് നിർത്തണം, അല്ലെങ്കിൽ പിന്നീട് അത് സേഫ്റ്റി യൂസ് ചെയ്യണമെന്ന് ഭാഗങ്ങളൊക്കെ ഇതിലെടുത്ത് പറയുന്ന ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ചില ഭാഗങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക ചോദ്യം ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഭാഗം ചെയ്യാമെന്ന ചിന്താഗതി ഉണ്ട്. ഏറ്റവും വലിയ വിവാദം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ടൈറ്റിൽ ഹാഫ് ടൈമിൽ ഇൻറർവെൽ ടൈമിലാണ് ടൈറ്റിൽ തന്നെ എഴുതി കാണിച്ചിട്ടുള്ളത്. ആ ടൈറ്റിൽ തന്നെ ഒരു സർക്കാരിൻ്റെ അവിടെ ഒരു ടൈറ്റിൽ തന്നെ ഒരുപാട് വിമർശനങ്ങൾ വാങ്ങാനുള്ളത് തോന്നുന്നു. ആ ടൈറ്റിൽ ഒട്ടും തന്നെ ഞാൻ യോജിച്ച് പോകുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇൻറർവെൽ ബ്ലോഗാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ അതിൽ യൂസ് ചെയ്തിട്ടുള്ള സംഭവം വേറെ ലെവലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഓട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വിവാദമാവാനും വളരെ ചാൻസ് കൂടുതൽ തന്നെയാണ്. കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ പാട്ടുകൾ, കാര്യമായിട്ടുള്ള പാട്ടുകളോട്ടൊന്നും എനിക്ക് ഒരു ആപ്റ്റായ രീതിയിൽ തോന്നിയില്ല. പാട്ടുകളൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഇപ്പോൾ തന്നെ ഇതിൻ്റെ ക്ലൈമാക്സിൽ അടുക്കുമ്പോൾ അവസാനം 30 മിനിറ്റ് കുറച്ച് ബാലൻസ് സ്കോറും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സിൽ കുറച്ച് കോർട്ട് റൂം സീൻസ് കാണിക്കുന്നുണ്ട്. പക്ഷേ കോർട്ട് റൂമിനെ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ആ പറയുന്ന സബ്ജക്റ്റ് അതിൽ കൊടുത്തുള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം രണ്ട് വക്കീൽമാരങ്ങളോടും വാദിഭാഗങ്ങളോട് വാദിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മുൻ കോടതി അല്ലെങ്കിൽ ഇത്രയേറെ ഒരു സബ്ജക്റ്റിൽ വായിക്കുന്നുള്ള ഒരു എന്താ പറയുക, ഒരു തീനാളം സൃഷ്ടിച്ച പോലത്തുള്ള ഒരു ഫയറിങ് ഒന്നും അതിൽ കണ്ടില്ല. ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ സുഹൃത്തുക്കൾ സംസാരിക്കുന്ന രീതിയിലൊരു സംവാദം, ഒരു കുടുംബ കോടതിയിൽ വാദിക്കുന്ന വളരെ ഫയറിംഗ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. എങ്കിൽ പോലും അതിൻ്റെ ക്ലൈമാക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സബ്ജക്റ്റും കാര്യങ്ങളും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതൊരിക്കലും എന്താ പറയുക, ഇതിൽ ആരും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, അതുപോലെ തന്നെ ആരെയും തരം താത്താനും ശ്രമിക്കുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് കണ്ടപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. കാരണം എന്താ ഞാൻ പറയുക, ഇത് ഓരോ വ്യക്തിയുടെ കാര്യം തന്നെയാണ്. തൻ്റെ കുടുംബത്തിൽ എത്ര ആൾക്കാർ വേണം, അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ ഒരു പദ്ധതി മായിട്ട് ആവിഷ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ പദ്ധതി പൊളിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനത്തെ സബ്ജക്റ്റ് ഇങ്ങനൊരു നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുന്നു. പക്ഷെ അത് വിജയിക്കാതെയും പരാജയപ്പെടാതെയും പോകുന്നു. പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അത് സർക്കാരുമായിരിക്കാം, ചിലപ്പോൾ കേന്ദ്ര സർക്കാരുമായിരിക്കാം. ആരാണ് പദ്ധതി കൊടുക്കുന്നത്? നമ്മുടെ ശരിക്കും പണ്ട് നമ്മളൊരു ഫ്ലെക്സിൽ ഹിന്ദിക്കാരെ ഫാമിലിയൊക്കെ കാണുന്ന ഒരു കാര്യമൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. കാരണം അങ്ങനെ ആൾക്കാർ തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും മറ്റുള്ള സമൂഹത്തിലുള്ള ചിന്താഗതിയൊക്കെ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. അതൊരു പക്ഷെ നടന്ന രൂപത്തിലല്ല പറഞ്ഞു പോകുന്നത് മാത്രം, അതായത് സീരിയസ്നെസ്സിൽ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. കാരണം കാണുന്ന പ്രേക്ഷകർക്ക് അതിൻ്റെ ഇടയ്ക്ക് കുറേ കോമഡി, കുത്തിക്കയറ്റി ചളി വാരി എറിയുക, അങ്ങനെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. എനിക്കൊന്ന് കോമഡി 1-2 സീൻസിൽ മുതൽ കോമഡികൾ, ബാക്കിയൊക്കെ വളരെ സീരിയസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു ഫ്ലാറ്റ് ടൈപ്പിലാണ് ചിത്രം തിരക്കഥായിട്ട് മുന്നോട്ട് പോകുന്നത്. നല്ലൊരു പോസിറ്റീവാണ് എനിക്കങ്ങനെ തോന്നുന്നു. അപ്പോൾ ഇതിൽ സർക്കാർ ഉൽപ്പന്നം കാണാൻ പറ്റുന്നവർ കണ്ടു നോക്കി അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതാണ്. എനിക്കതിലും ഒരു തവണ കാണാവുന്ന ഒരു കുഞ്ഞു ചിത്രം തന്നെയാണ് സർക്കാർ ഉൽപ്പന്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഗുണമേന്മയുള്ള ഒരു ഉൽപ്പന്നം എന്നാണ് കണ്ടപ്പോൾ എനിക്കൊരു അഭിപ്രായമായിട്ട് തോന്നിയത്. അതേ അഭിപ്രായം തന്നെയാണ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യാതിരിക്കും. ബൈ ഫ്രണ്ട്സ്.